ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തികച്ചും അസാധാരണമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അതിലേറ്റവും ശ്രദ്ധേയമായ അനുഗ്രഹം എന്നുള്ളത് മറ്റു ജീവിവർഗങ്ങളുടെ ഭാഷയും ശബ്ദവും മനസ്സിലാക്കാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ഒരു സംഭവത്തെ വിശുദ്ധ ഖുർആൻ അത്തരത്തിൽ ഒരു ജീവിയുടെ ഭാഷണം കേൾക്കുന്ന, അത് മനസ്സിലാക്കുന്ന ഒരു സന്ദർഭം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ സൈനികരും ജിന്നുകളും മനുഷ്യരും അടങ്ങുന്ന നിരവധിയായ സൈനിക ശേഷിയുമായി സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു ദൗത്യവുമായി പുറപ്പെടുമ്പോൾ വഴിയിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെയും സൈന്യത്തിൻ്റെയും ആഗമനമറിഞ്ഞ് ഉറുമ്പുകളുടെ താഴ്വരയിലെ ഒരു ഉറുമ്പ് വിളിച്ചു പറയുകയുണ്ടായി, യാ മാശറ നംല്, ഉറുമ്പുകളെ നിങ്ങൾ ഉദ്ഖുലൂ മസാക്കിനക്കും, നിങ്ങളുടെ വീടുകളിലേക്ക് വിളിക്കണം. ലാ യഹ്തിമന്നക്കും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് നംലിൽ ആ സംഭവം പറയുന്നുണ്ട്. ഉറുമ്പുകളിൽ നിന്നൊരു ഉറുമ്പ് വിളിച്ചു പറയുന്നുണ്ട്, ഉറുമ്പുകളെ നിങ്ങൾ എല്ലാവരും എത്രയും വേഗം വീട്ടിനകത്തേക്ക് വിളിക്കണം, എല്ലാവരും വീട്ടിൻ്റെ അകത്തേക്ക് കയറുക. മൺകൂണകൾ തീർത്തിട്ടുള്ള ഉറുമ്പുകളുടെ വീട്ടിൻ്റെ അകത്തേക്ക് കയറാൻ വിളിച്ചു പറയുന്നുണ്ട് ഒരു ഉറുമ്പ്. കാരണം ലാ യഹ്തിമന്നക്കും സുലൈമാനു വജുനൂദുഹു, കാരണം സുലൈമാൻ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ സൈന്യവും വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുപോലും അറിയാതെ അവർ നമ്മളെ മെതിച്ച് കടന്നു പോകും, നമ്മളെ അവർ നശിപ്പിച്ച് കടന്നു പോകും. അതുകൊണ്ട് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും സുലൈമാൻ നബിയുടെയും സൈന്യത്തിൻ്റെയും കാൽപാദങ്ങൾക്കടിയിൽ ഞെരിഞ്ഞമരാതിരിക്കാനും വേണ്ടി എല്ലാവരും കഴിവിൻ്റെ പരമാവധി നേരത്തെ വീടുകളിൽ താവളം കണ്ടെത്തൂ, വീടുകൾക്കുള്ളിലേക്ക് ഒളിക്കൂ എന്ന് വിളിച്ചു പറയുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സംസാരം സുലൈമാൻ നബി അലൈഹിസ്സലാം കേൾക്കുന്നു. ഉറുമ്പിൻ്റെ ശബ്ദം പോലും സുലൈമാൻ നബിക്ക് കേൾക്കാൻ കഴിഞ്ഞു, ആ ഭാഷ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള മഹത്തായ ഒരു അനുഗ്രഹം. ആ അനുഗ്രഹം ആസ്വദിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ഫതബസ്സമ ളാഹികൻ മിൻ ഖൗലിഹാ എന്ന്, അത് വിളിച്ചു പറയുന്ന ആ ശബ്ദം കേട്ട്, ആ സംസാരം കേട്ടിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ചിരിച്ചുപോയി. അല്ലാഹു ചെയ്ത അനുഗ്രഹമുണ്ടല്ലോ, ആ ഉറുമ്പിൻ്റെ ഭാഷ പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞ അള്ളാഹ് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ഓർത്തപ്പോൾ, അപൂർവമായി ലഭിച്ച ആ അത്യനുഗ്രഹത്തെക്കുറിച്ച് ഓർത്തപ്പോൾ സുലൈമാൻ നബി സന്തോഷം കൊണ്ട് ചിരിച്ചുപോയി. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബന ഔസിഅനാ അൻ അഷ്കുർ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അല്ലാഹുവേ, നിനക്ക് നന്ദി കാണിക്കാൻ, നീ എനിക്ക് ചെയ്ത നിഅമത്തുകൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്ത നിഅമത്തുകൾക്ക് നിന്നോട് നന്ദിയുള്ളവനായി ജീവിക്കാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണേ അല്ലാ. നല്ല തൗഫീഖ് വേണം, എനിക്ക് നിന്നോട് നന്ദിയുള്ളവനായി തീരണം. നീ ഇഷ്ടപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്ന ജീവിത രീതിയിൽ ജീവിക്കാനും അങ്ങനെ പ്രവർത്തിക്കാനുമുള്ള ഒരു തൗഫീഖ് നീ എനിക്ക് നൽകണേ അല്ലാ. വാദ്ഖിൽനി ബിറഹ്മതിക, അല്ലാഹുവേ, നീ നിന്റെ കാരുണ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കും, നിന്റെ കാരുണ്യത്താൽ, നിന്റെ സ്നേഹത്താൽ നീ എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യണം ഫി ഇബാദിക സ്വാലിഹീൻ, സജ്ജനങ്ങളായ അടിമകൾക്കൊപ്പം നീ എന്നെ പ്രവേശിപ്പിക്കുകയും വേണമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം. നമുക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ അവസാനം നോക്കണം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ വണ്ണം മനസ്സിലാക്കി. എത്ര വലിയ നിഅമത്തുകളാണ് തനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അധികാരമുണ്ട്, നുബുവത്തുണ്ട്, അതിനൊക്കെ പുറമെ ഭൂതവർഗത്തെയും മറ്റ് ജീവവർഗങ്ങളെയും അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, കാറ്റിനെ അദ്ദേഹത്തിന് അനുകൂലമാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം ആ അനുഗ്രഹത്തിന് നെറുകയിൽ നിൽക്കുമ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ, നിന്റെ സജ്ജനങ്ങളായ അടിമകൾ നീ എന്നെ ഉൾപ്പെടുത്തണേ എന്ന്. നിന്റെ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കാണ്, നിന്റെ കരുണ കാരണം എന്നെ നീ സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്ന്. ആ പ്രാർത്ഥനയുടെ ഒടുക്കം അങ്ങനെയാണ്. നോക്കൂ, ലോകത്തെ ഏറ്റവും വിശാലമായ ഒരു സാമ്രാജ്യം ഭരിച്ചുപോയ പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം.
ഈ കേരളവുമായിട്ട് വരെ ബേപ്പൂർ അല്ലെങ്കിൽ പൂവാറുമായിട്ട് വരെ വാണിജ്യബന്ധം ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു അധികാരമുണ്ടായിരുന്നു ഈ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ പലസ്തീൻ കേന്ദ്രീകരിച്ചുകൊണ്ട്. അങ്ങനെ വിശാലമായ ദ ഗ്രേറ്റ് കിങ് സോളമൻ എന്നറിയപ്പെടുന്ന മനുഷ്യനാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. അപ്പൊ അത്രയും വലിയ സാമ്രാജ്യമുള്ള ഒരു അധികാരിയായിരിക്കുമ്പോൾ പോലും സുലൈമാൻ നബി അലൈഹി ഇസ്ലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന അല്ലാഹുവേ നീ എന്നെ അടിമയാക്കണേന്നാ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? അധികാരമാണ്, ഉടമസ്ഥതയാണ്, ബോസാവുക എന്നുള്ളതാണ്. മറ്റുള്ളവർ ബോസായിരിക്കണം, ഒരു അധികാരിയായിരിക്കണം, യജമാനനാകണം, ഉടമയാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം അതിന്റെ മാക്സിമത്തിൽ എത്തിയിട്ട് അള്ളാഹുവിനോട് പറയണം, അള്ളാഹു നീ എന്നെ അടിമയാക്കണേ എന്ന്, അടിമകളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണേ എന്ന്. ആ പ്രാർത്ഥന വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ അടിമ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമ, ആ അടിമകളുടെ കൂട്ടത്തിലാവുക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും ലക്ഷ്യമാകേണ്ടത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പോലും അധികാരത്തിന്റെ ഉത്തുംഗതയിൽ പോലും പ്രവാചകത്തിന്റെ നിർവൃതിയിൽ പോലും ആ മനുഷ്യൻ ആഗ്രഹിച്ചത് അള്ളാഹുവേ നിന്റെ സജ്ജനങ്ങളായ അടിമയിൽ എന്നെ നീ പെടുത്തണേ എന്നാണ്. ആ അടിമകളെ കുറിച്ച് ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ സംസാരിക്കുന്നത്. വഇബാദുർ റഹ്മാൻ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാൻ 63 മുതൽ 76 വരെ ആയത്ത്, 13 ആയത്തുകളിലായി 12 സവിശേഷതകൾ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമയെക്കുറിച്ച്. അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായ അടിമകളാകണമല്ലോ. ഈ അടിമ എന്ന വാക്ക് പോലും അതിലേക്ക് വരുന്നതിനും ആദ്യം നമ്മൾ അടിമ എന്ന വാക്ക് പോലും മുസ്ലിമുകൾക്ക് പൊതുവെ എന്ന് കേൾക്കൽ വലിയ ക്ഷീണമുള്ള ഒരു കാര്യമാണ്. അടിമ എന്ന വാക്ക് എത്ര മഹത്വമുണ്ട് എന്ന് പറഞ്ഞാലും അടിമ തന്നെയല്ലേ. അടിമത്തം എന്നുള്ളത് എങ്ങനെ മഹത്വമുള്ളതായി തീരും? അടിമത്തം ആരുടെയാണെങ്കിലും അടിമത്തം എന്നുള്ളത് നിന്ന തന്നെയാണ്. അതിലെവിടെയാ മഹത്വമുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. അത് മാത്രമല്ല, ദൈവത്തിന്റെ അടിമ എന്നതുപോലും ആ ഒരു കാഴ്ചപ്പാട് പോലും ശരിക്ക് പറഞ്ഞാല് ഇസ്ലാമിന്റെ കൾച്ചറിൽ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അത് തന്നെ മോശമല്ലേ? ദൈവത്തിന്റെ സന്താനങ്ങളെന്നോ പുത്രന്മാരെന്നോ പുത്രിമാരെന്നോ ദൈവത്തിന്റെ കുഞ്ഞാടുകളെന്നോ അങ്ങനെ എന്തൊക്കെ പറയാമായിരുന്നു മനുഷ്യനെ കുറിച്ച്. ദൈവത്തിന്റെ ദാസന്മാർ അടിമകളെന്ന് പറയുന്ന കാഴ്ചപ്പാട് പോലും ഇസ്ലാമിന്റെ പ്രാകൃത സംവിധാനത്തിന്റെ തത്വമാണ് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, അടിമ എന്ന ആ പ്രയോഗത്തിലൂടെ ഇസ്ലാമിന് ഇന്നും ഉണ്ടാകുന്ന വലിയൊരു വിമർശനം അടിമ മോചനം, അടിമകളുടെ വിമോചനം എന്തുകൊണ്ട് ഇസ്ലാം പ്രായോഗികമായി നടപ്പിലാക്കിയില്ല എന്നാണ്. പ്രഖ്യാപിച്ചിട്ടില്ല ഇസ്ലാം ഒരിക്കലും അടിമത്ത വിമോചനം, ഒരിക്കലും അടിമകളാക്കാൻ പാടില്ല, മനുഷ്യനെ അടിമയാക്കുന്ന സമ്പ്രദായം പാടില്ല എന്ന ഒരു നിരോധന കൽപ്പന ഇസ്ലാമിനകത്ത് വന്നിട്ടില്ലല്ലോ. ഇന്ന് ലോകത്ത് അടിമകളെ ഇല്ല, ആ സമ്പ്രദായവും ഇല്ല. പക്ഷെ എന്നാൽ പോലും ഇസ്ലാമിനെ വിമർശിക്കുന്നവര് അവരുടെ മാക്സിമം ശ്രമിച്ചിട്ടാണ് 1-2 കഥകളെങ്കിലും പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം കൈയിടുന്നത് കള്ളങ്ങളാണ്. ഇസ്ലാമിനോട് അത്ര വെറുപ്പ് ജനങ്ങൾക്ക്, ഇസ്ലാമിനെ കടന്നാക്രമിക്കാൻ വേണ്ടി പഴുതുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ പഠിക്കുന്നത് മുഹമ്മദ് നബിയെ കുറിച്ച്? 9 വയസ്സിൽ മുഹമ്മദ് നബി ആയിഷ ബി വിവാഹം കഴിച്ചു എന്നുള്ളതാണ് എന്ന് വിമർശകർക്ക് പറയാനുള്ളത്. എവിടെ നോക്കിയാലും അതേ പറയാനുള്ളൂ. നബിയെ അവഹേളിക്കുക, ഖുർആൻ അവഹേളിക്കുക, അതിനിങ്ങനെ പഴുതന്വേഷിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ഉപാധിയാണ് അല്ലെങ്കിൽ ഒരു ആയുധമാണ് അടിമമോചനം. ഇസ്ലാം നടപ്പിലാക്കിയല്ലോ സമ്പൂർണ്ണ മതമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബാക്കി മുഴുവൻ അംഗീകരിച്ചു. ഈ ഒരു കാര്യത്തിൽ മാത്രം ഇസ്ലാമിന്റെ ഒരു ഫിറ്റ് ആവുന്നില്ല. ഇസ്ലാം എന്ന് എപ്പോഴും പ്രാചീനമായ പ്രാകൃതമായ ഒരു സംസ്കാരത്തിനൊപ്പമായിരുന്നു അടിമ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നത് എന്നതൊരു വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും ഞാൻ ഈ പറഞ്ഞു വന്നൊരു വിമർശനമുണ്ട്. ഏതാരെങ്കിലും ഒരു മുസ്ലിം ഒരു വിഷയവുമായി മുന്നോട്ട് വന്നാലും ഉടനെ മുഹമ്മദ് നബിയുടെ വിവാഹം പറയും, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രാകൃതമായ സംസ്കാരത്തെക്കുറിച്ച് ആക്ഷേപം പറയും. ആ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ഈ അടിമവുമായി ബന്ധപ്പെട്ട വിഷയം. സത്യത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അടിമയുമായി ബന്ധപ്പെട്ട അടിമത്ത സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ഇസ്ലാം അത് പ്രായോഗികമായി തന്നെ നിരോധിച്ച കാര്യമാണ്. അത് പ്രായോഗികമായി തന്നെ ലോകത്ത്, അറേബ്യയിൽ മാത്രമല്ല പഴയ കാലത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് വ്യാപകമായ അടിമത്തം നിലനിന്നിരുന്നു. അറേബ്യയിൽ താരതമ്യേന നിലനിന്നിരുന്ന അടിമത്തം എന്നുള്ളത് വളരെ ഒരല്പം കൂടി മാനുഷികമായ പരിഗണന നൽകപ്പെട്ടിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. യൂറോപ്പിലും റോമിലും മറ്റു വിവിധ അമേരിക്കൻ മുൻകരകളിലും ഒക്കെ കണ്ടിരുന്ന ഒരു അടിമത്ത വ്യവസ്ഥയുമായി കൂട്ടിച്ചേർക്കുമ്പോൾ മൃഗങ്ങളോടെന്ന പോലെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ശൈലി ഉണ്ടല്ലോ, മൃഗങ്ങളോട്, വളർത്തു മൃഗങ്ങളോട് പെരുമാറുന്നതിനേക്കാൾ മോശമായിട്ട് അടിമകളായ മനുഷ്യരോട് പെരുമാറുന്ന കാലഘട്ടമുണ്ട്. അതൊക്കെ വായിച്ചാൽ പോലും കണ്ണു നിറഞ്ഞു പോകുന്ന അങ്ങനെയും മനുഷ്യർ, ചങ്ങലക്കിടക്കപ്പെട്ട മനുഷ്യനെ അങ്ങാടിയിൽ നിന്ന് വിലക്ക് വാങ്ങിയിട്ട് അവന്റെ ഇഷ്ടങ്ങൾക്ക് മിച്ചകൾക്ക് അനുസൃതമായി പ്രവർത്തിപ്പിക്കാൻ വേണ്ടി അതിക്രൂര മൃഗങ്ങളോട് പോലും ഇങ്ങനെ മനുഷ്യൻ കാണിക്കില്ല. അത്രയും ക്രൂരമായി മനുഷ്യനെ കയ്യാമം ചെയ്ത് കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിപ്പിച്ചുകൊണ്ട് താങ്ങാൻ കഴിയാത്ത ഭാരങ്ങൾ ചുമപ്പിക്കുകയും താങ്ങാൻ കഴിയാത്ത ജോലികൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ക്രൂരമായ ഒരു ചരിത്രം കടന്നുപോയിട്ടുണ്ട്. കമ്പോളവൽക്കരിക്കപ്പെട്ട മനുഷ്യനെ കമ്പോളത്തിൽ കൊണ്ട് വിൽക്കുകയാണ്. ഈ കേരളത്തിൽ പോലും 3 രൂപയ്ക്ക് അടിമക്കുട്ടിയെ കച്ചവടം ചെയ്ത നാളായി കേരളം. സ്ത്രീ ആണെങ്കിൽ 5 രൂപ, പുരുഷനാണെങ്കിൽ 7 രൂപ എന്ന നിലയിൽ കച്ചവടം ചെയ്തിരുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ പോലും ഉണ്ടായിരുന്നു.
വ്യാപകമായി ആഗോളതലത്തിൽ നൽകുന്ന സംഗതിയാണ് അടിമത്വം എന്നുള്ളത്. പക്ഷെ അവിടെയും റസൂലുള്ളാഹി കടന്നു വരുമ്പോഴും അറേബ്യയിലും ഇത് എല്ലായിടത്തും എന്നതുപോലെ നിൽക്കുകയാണ്. മനുഷ്യൻ ഒറ്റപ്പെട്ട് കിട്ടിയാൽ ഒരു വീട്ടിൽ കയറി കൊള്ളയടിക്കുന്നവർ കൊള്ളയടിക്കുമ്പോൾ എന്തൊക്കെ കൊള്ളയടിക്കുക? കന്നുകാലികളെ, ആടിനെയും മാടിനെയും, സ്വർണം, വെള്ളി, അത് മാത്രമല്ല കിട്ടിയ മനുഷ്യനെയും തട്ടും. മനുഷ്യനെ അടിച്ചുകൊണ്ട് പോകും. എന്താ അടിച്ചുകൊണ്ട് പോയാൽ നേട്ടം? അവനെ അങ്ങാടി കൊണ്ടുപോയി വിൽക്കാം. അങ്ങനെ കാലിച്ചന്തയിൽ നിന്ന് വിറ്റ് കാലിച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് വന്നൊരു അടിമയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി സാലിം മൗല അബി ഹുദൈഫ. തൊട്ടിലേക്ക് കിടന്ന കുട്ടിയാണ്. ആ കുട്ടിയെ എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങാടിയിൽ വിറ്റു. അവസാനം അള്ളാഹുവിന്റെ റസൂലിന്റെ ശിക്ഷണത്തിൽ ഏറ്റവും മനോഹരമായ ഖുർആൻ പഠിച്ചിട്ട്, ഖുർആൻ നിങ്ങൾ പഠിക്കുന്നെങ്കിൽ സാലിം മൗല അബി ഹുദൈഫയിൽ നിന്ന് പഠിക്കൂ എന്ന് പറയുന്ന മനോഹരമായ ഖുർആനിന്റെ കാര്യമായി മാറി അദ്ദേഹം. തൊട്ടിലിൽ നിന്ന് ഒട്ടിച്ചുകൊണ്ട് പോയത്. അങ്ങനെ അടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെയൊക്കെ വന്ന് വിൽക്കാണ്. സെയ്ദ് ബിൻ ഹാരിസയുടെ ചരിത്രവും വേറെ അല്ലല്ലോ. റസൂലുള്ളാഹിയുടെ വളർത്തുമകൻ എന്ന സ്ഥാനം പോലും ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ ഈ അടിമത്ത സമ്പ്രദായം ലോകത്ത് വ്യാപകമായി നിലനിൽക്കുമ്പോൾ അവിടെ റസൂലുള്ളാഹി വന്നിട്ട് അവരോട് എന്ത് ചെയ്യുക? ആദ്യമേ അടിമ മോചനം പരിപൂർണമായി ഇനി അടിമ ഇല്ല എന്നൊരു പ്രഖ്യാപനത്തിലൂടെ ഒരു മനുഷ്യനെ അടിമയാക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത്. അത് പ്രായോഗികമല്ലല്ലോ. അതൊരിക്കലും പ്രായോഗികമായ നടപടിയില്ല. ലഹരിയെ അല്ലാഹു റസൂൽ എങ്ങനെയാണ് ഉന്മൂലനം ചെയ്തത്? പടിപ്പടിയായി, വളരെ ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ പടിപടിയായി. അവസാനം ഫഹൽ അന്തും മുന്തഹൂൻ, ഇനി നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നിടത്താണ് മദ്യം അവസാനിക്കുന്നത്. ജനങ്ങളിലേക്ക് ലയിച്ചു ചേർന്ന് അലിഞ്ഞു ചേർന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് അവരെ ഊരിയെടുക്കണമെങ്കിൽ ഒറ്റ ദിവസത്തെ പ്രഖ്യാപനം കൊണ്ട് സാധ്യമാകില്ല. അതൊരിക്കലും പ്രായോഗികതയല്ല. അത് റസൂലിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് പടിപ്പടിയായിട്ട് ആദ്യം പറഞ്ഞ എന്താണ്? ആദ്യം പറഞ്ഞ നിങ്ങൾ സഹോദരങ്ങളെന്നാ. അബൂദുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന് കണ്ട സുഹൃത്തുക്കൾ നോക്കിയപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അടിമയും ഒരേ മെറ്റീരിയൽ വസ്ത്രം എടുത്തിരിക്കുകയാണ്. രണ്ടുപേരും ഒരു അര ജുബ്ബ, ഒരു ഷർട്ട് ഇട്ടിരിക്കുകയാണ്. രണ്ടുപേരും ഒരേ കളർ, ഒരേ ക്വാളിറ്റി, ഒരേ ഡിസൈൻ. ഇതിങ്ങനെ അടിമയും ഉടമയുമായ അബൂദറും അടിമയും ഈ വസ്ത്രം ഇട്ടിരിക്കുന്ന കണ്ടിട്ട് ആൾക്കാർ ചോദിച്ചു, നിങ്ങളിപ്പോൾ ആ തുണി അവന് കൊടുക്കാതെ അതുകൂടി നിങ്ങളെടുത്ത് നിങ്ങൾക്കൊരു കമ്മീസ് പൂർണ്ണമായും അറിയുന്ന ഒരു കമ്മീസ് തയ്ക്കാമായിരുന്നല്ലോ. നിങ്ങൾ അതേ വസ്ത്രം എടുത്ത് അവന് കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന്. ഇപ്പം നമുക്ക് തന്നെ ഇത് ജാള്യതയാണ്. ഇവിടെ പൊതുവിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു ഷർട്ട്, നമ്മൾ ഇട്ടിരിക്കുന്ന അതേ മെറ്റീരിയൽ, അതേ ഡിസൈനുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് ഒരു ബംഗാളിയോടെ എന്നാൽ നമ്മൾ എന്താ പറയുക? നമുക്കതിൽ ആ ക്ഷീണമാണ്. അത് ഞാനും അവനും പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്, അവനും അധ്വാനിച്ച് ജീവിക്കുന്നവനാണ്. എന്നാലും നമുക്കിടയിൽ ഒരു വർഗീകരണമുണ്ട്, ആ ഒരു ചിന്താഗതിയുണ്ട്. ബംഗാളിയും ഞാനും ഒരേ ഡ്രസ്സൊന്നോ പിന്നെ ആ ഷർട്ട് ഇടാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. നമുക്കിടയിൽ ചിന്താഗതിയാണിത്. ആ ചിന്താഗതി അന്നേ മുളയെ നുള്ളിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ പറഞ്ഞ മറുപടി എന്ന് അറിയുമോ? അബൂദർ പറഞ്ഞത്, ഒരിക്കൽ എന്നെക്കുറിച്ച് ഒരാൾ മോശമായി സംസാരിച്ചു. അടിമ വംശത്തിൽപ്പെട്ട ഒരാൾ എന്നെക്കുറിച്ച് മോശമായി സംസാരിച്ച് കടന്നുപോയപ്പോൾ ഞാൻ അയാളെ ഉമ്മയെ ചേർത്ത് ചീത്ത വിളിക്കേണ്ടി വന്നു. എന്നെക്കുറിച്ചൊരു മോശമായി എനിക്കിഷ്ടമില്ലാത്ത നിലയിൽ അയാൾ എന്നെ ഇടിച്ചു താഴ്ത്തി സംസാരിച്ചപ്പോൾ, ഒരു സദസ്സിൽ സംസാരിച്ചപ്പോൾ ഞാൻ അയാളെ ഉമ്മയെ ചേർത്ത് സംസാരിച്ചു. ഇത് റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് എത്തി. ഇന്നകിംറും ഫിക ജാഹിലിയത്തുൻ, നിന്നിൽ ജാഹിലിയത്ത് ഇനിയും അവശേഷിക്കുന്നുണ്ടോ എന്ന് റസൂലിന്റെ വിമർശനമുണ്ടായി. അവൻ അടിമ വംശത്തിൽപ്പെട്ടവനായതുകൊണ്ട് എന്തുമാകാമെന്ന നിലയിൽ അയാൾ ഉമ്മയിലേക്ക് ചേർത്തിട്ട് ആ അടിമ കറുത്ത കാപ്പുരി പെണ്ണിന്റെ മകനല്ലേ നീ എന്ന നിലയിൽ യമനക്ക സവാദെന്ന് എന്ന് ആക്ഷേപിച്ച് റസൂൽ പറയാണ്, ഈ കാലഘട്ടത്തിൽ നീ ജാഹിലിയത്ത് മാറിപ്പോയിട്ടില്ലേ എന്ന്. അജ്ഞതയുടെ ലോകത്താണോ അബൂദർ ഇന്ന് നീ ജീവിക്കുന്നത് എന്ന്? എന്തടിസ്ഥാനത്തിലാണ് നീ ഇങ്ങനെ പറഞ്ഞത് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദർ പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും പറയില്ലേ റസൂലെ? ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും പറയില്ലേ? അതേ ഞാനും ചെയ്തിട്ടുള്ളൂ എന്ന് റസൂൽ പിന്നെയും പറഞ്ഞു, ഇന്നകിംറും ഫിക ജാഹിലിയ എന്ന്. നിനക്ക് നേരം വെളുത്തില്ല അബൂദറെ, നിനക്ക് നേരം വെളുത്തിട്ടില്ല. നീ ഇപ്പോഴും പഴയ അജ്ഞതയുടെ അന്ധകാരത്തിലാണ് നീ ഇപ്പോഴും ഉള്ളത് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ പറഞ്ഞു, അവർ നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ കരങ്ങൾ കീഴടക്കിയിട്ടുള്ള അടിമകൾ ഓരോരുത്തരും നിങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന്. അവരെ മാറ്റി പറയാണ്, അടിമകളല്ല അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് കഴിക്കാൻ കൊടുക്കണം, നിങ്ങൾ ഉടുക്കുന്ന വസ്ത്രം നിങ്ങൾക്ക് ഉടുക്കാൻ കൊടുക്കണം. നിങ്ങൾ അവർക്കിടമേൽ അവരെ കൊണ്ട് സാധ്യമാകാത്തൊരു ജോലിയും ഏൽപ്പിക്കാൻ പാടില്ല. ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ജോലി നിങ്ങൾ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ സഹായത്തിന് നിങ്ങളും കൂടെ നിൽക്കണമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂൽ പഠിപ്പിച്ച പാഠമാണിത്. റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചത്, നിങ്ങൾക്ക് ഒരു കാരണവശാലും അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, അടിമകളല്ല. അങ്ങനെ പറയാൻ പോലും പാടില്ല. അങ്ങനെ പറയല്ലേ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും പറയാൻ പാടില്ല അബ്ദി, എന്റെ അടിമ, അമതി, എന്റെ അടിമ പെണ്ണ്, അങ്ങനെ പറയില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രയോഗം തന്നെ ഇസ്ലാം നിരോധിച്ചു. അങ്ങനെ പറയാൻ പാടില്ല എന്ന്. പിന്നെ എങ്ങനെ പറയാം? ഫതാതി വ ഫതായ വ ഗുലാമി, എന്റെ ജോലിക്കാരനാ, എന്റെ പണിക്കാരനാ, എന്റെ സഹായിയാ എന്നേ പറയാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടിമ എന്ന പ്രയോഗം പോലും പാടില്ല. അവർ നിങ്ങളുടെ സഹോദരനാണെന്ന്. ആ സഹോദരൻ നമുക്ക് ബാധ്യതയായി.
അടിമകളെ ചൂഷണം ചെയ്യാൻ സമൂഹത്തിന് മുമ്പ് പറയാണ്, നിങ്ങൾ ഉടുക്കുന്ന അതേ വസ്ത്രം അവൻ ഉടുപ്പിക്കണം, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അവർ കഴിപ്പിക്കണം, നിങ്ങൾ കുടിക്കുന്നവരെ കുടിപ്പിക്കണം, താങ്ങാൻ കഴിയാത്ത ജോലി കൊടുക്കാൻ പാടില്ല, ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ജോലി ഏൽപ്പിച്ചാൽ നിങ്ങൾ അവനെ സഹായിക്കണമെന്ന്. അതാ റസൂൽ അവകാശങ്ങൾ സംസാരിക്കുകയായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി. ഒറ്റ ദിവസം കൊണ്ട് എല്ലാ അടിമകളെയും മോചിപ്പിക്കാൻ സാധ്യമല്ല. മറിച്ച് ഓരോ അടിമകളെയും അവർക്കൊരു അസ്തിത്വമുണ്ട്. എല്ലാ മനുഷ്യനും ആദമിന്റെ മക്കളാണ്. അടിമയാണെങ്കിലും ഉടമയാണെങ്കിലും ഒരേ ആദമിന്റെ മക്കളാണ്. എല്ലാവരും റബ്ബിന്റെ കുടുംബമാണ്. അവർക്കിടയിൽ വിവേചനം പാടില്ല എന്ന്, വർഗത്തിന്റെ വർണ്ണത്തിന്റെ ഒരു വിവേചനങ്ങൾക്കും പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചു. മനുഷ്യനെ ഒന്നായി പഠിപ്പിച്ചു. അടിമകൾക്ക് അസ്തിത്വമുണ്ട് എന്ന് പഠിപ്പിച്ചു, അവർക്ക് വ്യക്തിത്വമുണ്ടെന്ന് പഠിപ്പിച്ചു. ആദ്യം അവരുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. നിങ്ങളുടെ അടിമ ആഹാരം ഉണ്ടാക്കി കൊണ്ടുവന്നാൽ, നിങ്ങളുടെ അടിമ ആഹാരവും പാചകം ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ അവനാണ് ആ പുകയും തീയും അനുഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളോടൊപ്പം അവനും ഒരു പാത്രം വെക്കണം. അവൻ പാചകം ചെയ്ത് ഭക്ഷണം കൊണ്ടുവരികയാണെങ്കിൽ കഴിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്കൊപ്പം ഒരു പാത്രം അവനും വെക്കുക. ഭക്ഷണം വളരെ കുറച്ചേ ഉള്ളൂ, അധിക ഭക്ഷണവുമില്ല. നിങ്ങൾക്ക് കഴിക്കാനുള്ളത് കഷ്ടിച്ചാണെങ്കിൽ 1-2 ഉരുളയെങ്കിലും ഉരുട്ടി അവന് കൊടുക്കണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ റസൂൽ പഠിപ്പിക്കുന്നത്, അതാ റസൂൽ പഠിപ്പിച്ചത്. ഇതിങ്ങനെ ഘട്ടം ഘട്ടമായി പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഓരോ സന്ദർഭത്തിലും അടിമമോചനത്തിന്റെ പുണ്യം, നേട്ടങ്ങളെ കുറിച്ച് സംസാരിച്ചു. ജനങ്ങളിങ്ങനെ അടിമകളെ വാങ്ങിക്കാനും മോചിപ്പിക്കാനും തുടങ്ങി. ഓരോന്ന് ചെയ്തുകൊണ്ടേയിരുന്നു. എത്രത്തോളം എന്ന് പറയുമോ, സൂര്യന് ഗ്രഹണം ബാധിച്ചപ്പോൾ പോലും റസൂൽ പറഞ്ഞത് അടിമയെ മോചിപ്പിക്കാൻ. സൂര്യനെ ഗ്രഹണം ബാധിച്ചപ്പോൾ റസൂൽ പറഞ്ഞത് നിങ്ങൾ അടിമകളെ മോചിപ്പിക്കുക എന്നാണ്. അങ്ങനെ ഏതൊരു സന്ദർഭത്തിലും മനുഷ്യന്റെ വീഴ്ചകൾ, അവന് നന്മ ചെയ്യാനുള്ള ത്വര കാണിച്ചുകൊണ്ട് നന്മ ചെയ്യാൻ മുന്നോട്ട് വരുന്നവർ, അങ്ങനെ ഏതൊരു മനുഷ്യനോടും അടിമകളെ മോചിപ്പിക്കൂ, ജനങ്ങൾ സ്വതന്ത്രരായി ജീവിക്കട്ടെ എന്ന്. അങ്ങനെ പടിപടിയായി സ്വാതന്ത്ര്യത്തിലേക്ക് ജനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. എന്നിട്ട് അടിമകൾക്ക് മോചന പത്രം എഴുതാനുള്ള അവകാശങ്ങൾ കൊടുത്തു. ഒരു വ്യക്തി അങ്ങനെ അടിമകളെ മോചിപ്പിച്ചു വിട്ടാൽ അവർക്ക് ജീവിക്കാൻ കഴിയണ്ടേ? അടിമത്തം രക്തത്തിൽ അലിഞ്ഞുപോയ മനുഷ്യന് സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ കഴിയില്ല. ഗോവർദ്ധന്റെ യാത്രകൾ എന്നൊരു കഥയുണ്ട്. അതിൽ 2 അടിമകളെ യജമാനൻ മോചിപ്പിക്കുന്നുണ്ട്. 2 അടിമകളെ അയാൾ മോചിപ്പിച്ചു. 2 പേരെയും മോചിപ്പിച്ചു വിട്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി, സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷങ്ങളായി. അവർ സന്തോഷത്തോടെ പുറത്തേക്കിറങ്ങി ഓടി. അടിമത്ത ജീവിതം അവസാനിച്ചിരിക്കുന്നു, ഇനി സ്വാതന്ത്ര്യത്തിന് നാളുകളെന്ന് അവർ പരക്കെ നാട്ടിലൂടെ ഇങ്ങനെ പരക്കെ ഓടാൻ തുടങ്ങി. പലയിടത്തും ഓടി, പലയിടത്തും നടന്നു. എല്ലാം കഴിഞ്ഞ അവസാനം അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഭക്ഷണമില്ല, ജോലിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം ഈ കാലയളവിലെല്ലാം അവർ നിയന്ത്രണത്തിലാണ്. യജമാനൻ കൊടുക്കുന്ന പണി കൃത്യമായി ചെയ്യുമ്പോൾ അയാൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് സുഖമായി അയാളുടെ ചായ്പിൽ ഉറങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ആ അടിമത്ത ജീവിതത്തിന്റെ നല്ല കാലത്തെക്കുറിച്ച് ഓർത്തിട്ട് 2 പേരും തിരിച്ചു വന്നിട്ട് ചങ്ങലകൾ സ്വയം എടുത്തണിഞ്ഞിട്ട് അവർ അടിമകളായി നിന്നു. നമുക്ക് സ്വാതന്ത്ര്യം വേണ്ട, നമ്മൾ അടിമകളായിക്കൊള്ളാം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. കാരണം ജനങ്ങൾക്ക് അങ്ങനെയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അടിമത്തത്തിൽ നിന്നൊരു ജീവിതത്തിലേക്ക് കടന്നു പോകാൻ ജനങ്ങളുടെ അവർ രക്തം അനുവദിക്കില്ല. കാരണം രക്തത്തിൽ തന്നെ അലിഞ്ഞു പോയൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വരുന്ന മനുഷ്യർക്ക് പടിപ്പടിയായല്ല സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിയില്ല. റസൂലിന്റെ കാലഘട്ടത്തിൽ റസൂലിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു കാപ്പിരി പെണ്ണിനെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. ആയിഷ ബീവിയെ കാണാൻ വേണ്ടി വരും. വലിയ സ്നേഹമാണ് അവരോട്. പക്ഷെ വരുമ്പോഴൊക്കെ ഒരു കവിത പാടും. യൗമൽ വിശാഹിമിൻ ആജീബി റബ്ബിന അലാ ഇന്നഹു മിൻ ബൽദത്തിൽ കുഫ്രി അൻജാനി എന്ന്. എപ്പോഴും വന്നിട്ട് പോകുമ്പോൾ ഒരു പാട്ട് പാടിയിട്ടാണ് പോകാറ്. ഈ പാട്ടിന്റെ ഉള്ളിലെ താല്പര്യം എന്തെന്നറിയില്ല. ആയിഷ ബീവിക്ക് ചോദിച്ചു, എന്താണ് പെണ്ണ് ഈ പാട്ടിന്റെ അർത്ഥം, എന്താ നീ എപ്പോഴും ഇത് പാടാറുണ്ടല്ലോ എന്ന്. അവർ പറയാണ്, ഞാൻ അറേബ്യയിലെ പഴയ പുരാതനമായ ഒരു ഗോത്രത്തിന്റെ അടിമയായിരുന്നു. എന്നോട് വലിയ സ്നേഹമായിരുന്നത് കൊണ്ട് അവരെന്നെ മോചിപ്പിച്ചു. പക്ഷേ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവരെ അടിമയായിരുന്ന എന്നെ മോചിപ്പിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ തന്നെ താമസിച്ചു. എനിക്ക് മറ്റൊരു ജീവിതം അറിയില്ല, മറ്റൊരു ജീവിതം ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ അവർക്ക് ദാസിപ്പണി ചെയ്തു, സ്വതന്ത്രയാണ്. എന്നിട്ടും ആ വീട്ടില്ല, വേറെ നിവൃത്തിയില്ല, വേറെ അറിയില്ല അവർക്ക്. അങ്ങനെ ആ വീട്ടിൽ തന്നെ ജീവിച്ചു. പക്ഷെ അവസാനം അലാ ഇന്നഹു യൗമൽ വിശാഹി എന്ന് പറഞ്ഞ് ആ വീട്ടിലെ കുട്ടിയുടെ അരപ്പട്ട മോഷണം പോയി. അരപ്പട്ട കാണാനില്ല. വില കൂടി അരപ്പട്ട കാണാനില്ലാതെ വന്നപ്പോൾ അന്വേഷിച്ചിടത്ത് എവിടെയും കണ്ടില്ല. അവസാനം ഈ സ്ത്രീയെ സംശയിച്ചു. ഇവൾ മോട്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവസാനം അവൾ പരിശോധിച്ചു, ശരീരം പരിശോധിച്ചു, അവളുടെ പാണ്ടക്കെട്ടുകൾ പരിശോധിച്ചു, എല്ലാം പരിശോധിച്ചു. അവസാനം എൻ്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ പോലും പരിശോധന കടന്നുപോയി. അത്രയും ഞാൻ നാണിച്ചു നിന്നുപോയി. ആ നിമിഷത്തിലാണ് ഈ ഒരു അരപ്പട്ട വഴിയിൽ വീണുപോയ അരപ്പട്ട ഭക്ഷണമാണ്, മാംസമാണെന്ന് കണക്കാക്കി അതും കൊത്തിപ്പറന്നു പോയ പരുന്ത് അത് ഉപേക്ഷിച്ചു പോയത് ഈ സദസ്സിൽ. ആരപ്പെട്ട കിട്ടിയപ്പോൾ എൻ്റെ നിരപരാധിത്വർക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ അന്ന് ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി, ഇന്ന് ഞാൻ ഇസ്ലാമിൽ ജീവിക്കുന്നു എന്ന്. പക്ഷെ അതൊരു സാഹചര്യം. അവർ പറയണ ആ സ്വാതന്ത്ര്യത്തിൽ പോലും ആ സ്വാതന്ത്ര്യ ജീവിതം അവർക്ക് തന്നിടം ഉണ്ടായില്ല. അവസാനം ഒരു പ്രതിസന്ധിയിലാണ് അവിടെ നിന്ന് 2 കൽപ്പിച്ചിറങ്ങിയത്. പക്ഷെ അത് അവർക്ക് അഭയം ഉണ്ടാക്കി എന്നുള്ളത് വേറെ ചരിത്രം. അപ്പോഴും സ്വാതന്ത്ര്യം അവർ ആഗ്രഹിക്കുന്നില്ല. സെയ്ദ് ബിൻ ഹാരിസ റസൂലുള്ളാഹിക്ക് സമ്മാനം കിട്ടിയ അടിമയാണ്.
ഖദീജ ബി വിവാഹം കഴിച്ചപ്പോൾ അവർക്ക് കിട്ടിയ സമ്മാനമാണ്, ഖദീജ ബി കൊടുത്ത സമ്മാനമാണ് സെയ്ദ് ബിൻ ഹാരിസ്. ഒട്ടനവധി അടിമകളുണ്ടായിരുന്നു, എല്ലാവരെയും മോചിപ്പിച്ചു. സെയ്ദ് ബിൻ ഹാരിസയും മോചിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിന് മോചനം വേണ്ടായിരുന്നു. അദ്ദേഹം നബിയോടൊപ്പം തന്നെ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമ 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 എന്ന് പറഞ്ഞു കേട്ട് റസൂലിന് പോലും അരോചകമായപ്പോൾ അടിമയല്ല, അവൻ എൻ്റെ മകനാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പറഞ്ഞു. അങ്ങനെ ഒരു ദത്തില്ല എന്ന് ഇസ്ലാമിൽ. മകൻ എന്നുള്ളത് പിതൃത്വവും അത് കണക്കിന് പുത്രബന്ധങ്ങളും ഒന്നും ഒരു കാരണവശാലും ദത്തിലൂടെ സ്ഥാപിക്കാൻ കഴിയില്ല. അത് രക്തബന്ധമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ ദത്ത് സമ്പ്രദായത്തിലൂടെ മകനെ എടുക്കാനും കഴിയില്ല എന്ന് പറഞ്ഞു. ആ സെയ്ദ് ബിൻ ഹാരിസ മകനെ പോലെ റസൂൽ തന്നെ ഒപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഒരു കാലത്ത് മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ നഷ്ടപ്പെട്ടു പോയ മകൻ എന്ന അടിമയായിട്ട് മുഹമ്മദ് നബിയോടൊപ്പം ഉണ്ട് എന്നറിഞ്ഞിട്ട് അവർ നബിയെ കാണാൻ വേണ്ടി വന്നു. എത്ര രൂപ വേണമെങ്കിലും നൽകാം, നമ്മുടെ മക്കളെ വിട്ടു തന്നാതിന്ന്. പണം എനിക്ക് വേണ്ട, മോചന ദ്രവ്യത്തിൻ്റെ ആവശ്യമില്ല, അവൻ സ്വതന്ത്രനാണ്, കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു എനിക്ക് എൻ്റെ നബിയോടൊപ്പം നിൽക്കാനാണ് ഇഷ്ടമെന്ന്, അതാണ് താല്പര്യമെന്ന്, ഞാൻ ഈ നബിയോടൊപ്പം നിന്നോളാമെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ സ്വാതന്ത്ര്യമല്ല, സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്, പക്ഷെ ആ അടിമയായിരുന്നൊരു ചരിത്രത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതിനേക്കാൾ നബിയോടൊപ്പം ഞാൻ നിന്നോളാം എന്ന് പറയുന്ന അതായിരുന്നു സെയ്ദ് ബിൻ ഹാരിസ് ഇഷ്ടപ്പെട്ടിരുന്നതെന്ന്. അതാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ആ ജീവിതമാണ് ഓരോ മനുഷ്യനും. അങ്ങനെ പെട്ടെന്നൊന്നും അടിമത്യത്തിൽ നിന്ന് മോചിപ്പിച്ചു വിട്ടാൽ അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രായോഗികതയല്ല. എന്നിട്ടും ഇസ്ലാം പട്ടിപ്പട്ടിയായി ജനങ്ങളെ മോചിപ്പിച്ച് സ്വതന്ത്രരാക്കി സ്വയം പര്യാപ്തരായി നിലനിർത്തിക്കൊണ്ടേയിരുന്നു. ഒപ്പം ആർക്ക് വേണമെങ്കിലും ഏതടിമയ്ക്കും അടിമ മോചന പത്രം എഴുതാനുള്ള അവകാശം കൊടുത്തു. യജമാനുമായി ഡീൽ ചെയ്യാം. ഞാൻ അടിമയാണ്, വർഷങ്ങളായി തലമുറ അടിമയാണ്, എന്നാൽ എൻ്റെ യജമാനോട് പറയണം എനിക്ക് മോചനം വേണം, നിങ്ങൾക്ക് എത്ര രൂപ വേണമെന്ന്. അപ്പോൾ എനിക്ക് ഇത്ര രൂപ നീ തന്നാൽ മതിയെന്ന്. അപ്പോൾ ഒരു 6 മാസം കാലയളവിൽ എന്നെ നിങ്ങൾ സ്വന്തമാക്കി വേണം, ഞാൻ പണിയെടുത്ത് പണവും കൊണ്ടുവരാമെന്ന്. 6 മാസത്തേക്ക് അഗ്രിമെന്റ് എഴുതിയാൽ മോചനപത്രം ഇറങ്ങി പുറത്തിറങ്ങിയ പണിയെടുത്തിട്ട് പണം കൊടുത്ത് സ്വയം മോചിതനാകാം. അങ്ങനെ മോചനപത്രം എഴുതുന്ന ഏതൊരു അടിമയ്ക്കും സക്കാത്തിന്റെ അവകാശമുണ്ട്. അവനെ സഹായിക്കേണ്ട സ്റ്റേറ്റിന്റെ ബാധ്യതയാണ്, അധികാരികളുടെ ബാധ്യതയാണ്, ധർമ്മിഷ്ഠന്റെ ബാധ്യതയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവൻ ജനങ്ങളുടെ മുമ്പിൽ സ്വാതന്ത്ര്യത്തിന്റെ വാതിൽ തുറന്നിടുകയാണ്. ആരും അടിമകളോട് ജീവിക്കേണ്ട കാര്യമില്ല എന്ന്. ഖുർആൻ അങ്ങനെ ഖുർആൻ ചോദിക്കുകയാണ്. അവസാനത്തെ വാക്ക് ഫഹൽ അന്തും മുന്തഹൂൻ എന്ന് പറയും പോലെ ഫലക് തഹമൽ അഖബ, ആ മലമ്പാത ഇനിയും കടക്കാൻ നിങ്ങളെ കൊണ്ടായിട്ടില്ലേ എന്ന്. ആ മലമ്പാത പിന്നിടാൻ നിങ്ങളെ കൊണ്ട് ഇനിയും ആയിട്ടില്ലേ എന്ന്. ആ മലമ്പാത എന്തെന്നറിയുമോ? നിങ്ങൾ ദുർഘടകമായി കടന്നു പോകാൻ പ്രയാസപ്പെടുന്ന ആ മലമ്പാത ഫഖുറഖബ, അടിമകളെ മോചിപ്പിക്കലാണെന്ന്. അടിമകളെ സ്വതന്ത്രരാക്കി വിടൂ എന്ന് ഖുർആൻ. അതാണ് മോചന പ്രഖ്യാപനം. പക്ഷെ അടിമത്തത്തെ ഇസ്ലാം മോചിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അടിമത്തത്തെ നിരോധിക്കുന്നില്ല. കാരണം നിരോധിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട്. അടിമകളെ മനുഷ്യൻ അടിമയാക്കുന്നതിനെ സിസ്റ്റമാറ്റിക്കലി പ്രായോഗികമായി ഇസ്ലാം നിരോധിച്ചുകൊണ്ടേയിരുന്നു പട്ടിപ്പട്ടിയായി. ഒപ്പം നിർത്തുന്നവനെ സഹോദരനായി സ്നേഹിച്ച് സഹായിയായി കൂടെ നിർത്താമെന്നല്ലാതെ അടിമ എന്ന പ്രയോഗവും പാടില്ല, അടിമ എന്ന മേൽക്കയും പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചത്. ഒപ്പം ജനങ്ങളെ നിർത്താതിരിക്കാൻ പറ്റുമോ? അടിമത്തം എന്നുള്ളതിന് സാങ്കേതികത്വം നമ്മുടെ ജീവിതത്തിൽ ഇന്നുമുണ്ട്. അത് പരിപൂർണമായി നിരോധിക്കാൻ കഴിയില്ല. എന്താ അടിമത്വം? ഒരു യജമാനന്റെ കീഴിൽ അനുസരണയോടെ നിൽക്കുക, ഒരാൾക്ക് നമ്മൾ കീഴടങ്ങി നിൽക്കുക, ഒരാളെ നിർദ്ദേശങ്ങൾ പരിപൂർണമായി ഒരു പർട്ടിക്കുലർ ടൈമിലെങ്കിലും അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് അടിമത്വത്തിന്റെ അകത്ത് വരുന്ന സംഗതിയാണ്. സാങ്കേതികമായി അതെങ്ങനെ നിരോധിക്കാൻ കഴിയുക? ഒരു കമ്പനി ജോലി വെക്കാൻ പറ്റും. ഒരു കമ്പനിയിൽ ജോലി വെക്കാൻ പോവുകയാണെങ്കിൽ ആ കമ്പനി പറയുന്ന ടൈം ഷെഡ്യൂൾ ഉണ്ട്. ആ ടൈമിനകത്ത് കയറണം, ആ ടൈമിനകത്ത് ലഞ്ച്, ആ ടൈമിന് അവർ പറയുന്ന ടൈമിൽ ബ്രേക്ക്, അവർ കയറിയുമ്പോൾ പുറത്തു പോകാം, അവർ പറയുമ്പോഴേ പുറത്തുള്ളൂ, അവർ പറയുന്ന ഡ്രസ് കോഡ് പാലിക്കണം. യൂണിഫോമുകൾ അവർ പറയും, ഏത് വസ്ത്രം ധരിക്കണം, എപ്പോൾ നിങ്ങൾ കയറണം, എപ്പോൾ നിങ്ങൾ ഇറങ്ങണം, എപ്പോൾ നിങ്ങൾ കഴിക്കണം, എന്തൊക്കെ ജോലി നിങ്ങൾ ചെയ്യണം എന്ന് പറയാൻ ഒരു കമ്പനി തയ്യാറാകുന്നുണ്ടെങ്കിൽ അതും ഒരു സമയത്തേക്കുള്ള അടിമത്തം തന്നെയല്ലേ? അതാണ് മാൻ പവർ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ ഉണ്ട്. ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് അവരുടെ ID കാർഡുകളും ആധാർ കാർഡുകളും ഒക്കെ ഒറിജിനലൊക്കെ വാങ്ങിച്ചു വെച്ച് അവർക്ക് ഇവിടെ റൂമുകൾ എടുത്തു കൊടുത്ത് ഇവിടെ താമസിപ്പിക്കും, ആഹാരം കൊടുത്ത് വാടകയും കൊടുത്ത്. എന്നിട്ട് ആവശ്യക്കാരായ കോൺട്രാക്ടർമാർ ബന്ധപ്പെടുമ്പോൾ ഇവരെയൊക്കെ പണിക്ക് വിടും. ഇതിൽ നിന്നൊരു കമ്മീഷൻ ഇയാളെടുക്കും. മാൻ പവർ സപ്ലൈ ഇത് വിദേശത്തുമുണ്ട്. അന്യരാജ്യങ്ങളിൽ പോയാൽ വ്യാപകമായി കാണാൻ കഴിയും. അതിനൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ട് പാസ്പോർട്ടും അക്കാമയും അത് തുടങ്ങിയിട്ട് അവൻ്റെ എന്തൊക്കെ രേഖകളുണ്ടോ അതെല്ലാം ഒറിജിനൽ കോപ്പികളെല്ലാം കഫീലിനെ ഏൽപ്പിച്ചിട്ട് അയാളെ വീട്ടിൽ ഹൗസ് ഡ്രൈവറായി ജോലി വെക്കുമ്പോൾ എന്ത് സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത്? നിശ്ചിതമായ ഒരു ഡിമാൻഡ് അവർ അംഗീകരിച്ച് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ താൽക്കാലികമായിട്ടെങ്കിലും നമ്മൾ ഒരാളുടെ കീഴിൽ നിൽക്കുകയാണ്. മനുഷ്യനല്ലാതെ പറ്റില്ല. മനുഷ്യൻ ആരുടെയെങ്കിലുമൊക്കെ അനുസരിച്ചല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് കാര്യം. നമ്മൾ ഒന്നും അറിയാതെ വന്ന മനുഷ്യന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ആരെങ്കിലും ഒക്കെ വേണം. ഉമ്മയും ബാപ്പയും അനുസരിച്ച് ജീവിക്കേണ്ടി വരും ചില ഘട്ടങ്ങളിൽ. അവർ പറയുന്നതാണ് കാര്യങ്ങൾ, അവർ പറയുന്നത് മാത്രമാണ് കാര്യം. അന്ന് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അടുത്ത ഘട്ടത്തിലേക്ക് പോകും. സ്കൂളിനകത്ത് കയറിയാൽ പഠിക്കാൻ ക്ലാസ് റൂമിലേക്ക് കയറിയാൽ അവിടെ അധ്യാപകൻ പറയും,
ഓരോരിടത്തും രാജ്യത്ത് ജീവിക്കുമ്പോൾ അതിന്റെ ഭരണഘടന അംഗീകരിക്കണ്ടേ? ഈ രാജ്യത്തെ ഭരണഘടന അംഗീകരിക്കണ്ടേ? ഇവിടെ നിയമവ്യവസ്ഥ അംഗീകരിക്കണ്ടേ? ഇതൊക്കെ അംഗീകരിക്കുമ്പോൾ, അതൊക്കെ നമ്മൾ ജീവിതത്തിലേക്ക് നമ്മൾ അംഗീകരിച്ച് ഏറ്റെടുക്കുമ്പോൾ അത് ഒരു തരം അടിമത്വത്തിന്റെ സാങ്കേതികമായ അത് തന്നെയല്ലേ അനുസരണം എന്നുള്ളത്. അപ്പൊ ശരിക്കു പറഞ്ഞാൽ അടിമത്തം എന്നുള്ളത് അതിന്റെ സാങ്കേതികമായ സർവ്വമേഖലകളിൽ നിരോധനം പ്രഖ്യാപിച്ചാൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനും ആശങ്കയുണ്ടാവും. എന്നാൽ നമുക്ക് പോലും പല ആൾക്കാരെ വീട്ടിൽ പണിക്ക് വേണ്ടി ഇന്നും പണിക്കാരെ നമ്മൾ നിർത്തുന്ന ആൾക്കാരില്ലേ? വീട്ടിൽ പാചകത്തിന് വേണ്ടി നിർത്തുന്ന ആൾക്കാരുണ്ട്. അവർക്ക് സമയം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. പാചകവും മറ്റു ഗൃഹവൃത്തിയും മറ്റു കാര്യങ്ങളും പരിസരം വൃത്തിയാക്കാനും ഒക്കെ ശമ്പളത്തിന് ആളെ വെക്കാറില്ലേ? അവർ നമ്മൾ പറയുന്ന സമയത്ത് വരുന്ന ജോലി ചെയ്യുന്നു പോകുന്നു, അവർക്ക് ശമ്പളം കൃത്യമായി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിനത്തിൽ ഒരാൾ മറ്റൊരാളുടെ മേൽക്കൈ എടുക്കുന്നതും ഒരാളുടെ കീഴിൽ മറ്റൊരാൾ ജോലി എടുക്കുന്നതിനെയും നമുക്ക് സാങ്കേതികമായ അടിമത്വം തന്നെ പറയേണ്ടി വരും. അപ്പൊ അത് സമ്പൂർണമായ ഒരു നിരോധനം സ്ഥാപിച്ചാൽ നമ്മൾ വാക്കുകൾക്കിടയിലുള്ള വിശദീകരണം തേടുകയും അവസാനം ആരും ആരെ കീഴിൽ നിൽക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അത് ഈ ലോകത്തിന്റെ സന്തുലിതത്വം താറുമാറാക്കും. അതാണ് വാസ്തവം. അത് വിശുദ്ധ ഇസ്ലാം ഖുർആൻ കൊടുക്കുന്ന സ്റ്റാൻഡുകൾക്ക് സാമൂഹികമായ കാഴ്ചപ്പാടുണ്ടാകും, അതിൽ വ്യക്തമായ ദീർഘവീക്ഷണം ഉണ്ടാകും. ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങ് വിമർശന ബുദ്ധിയോടെ ആൾക്കാർ ഇറങ്ങി നിൽക്കുക. അപ്പൊ അതല്ല കാര്യം. ഇപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ഇബാദുർ റഹ്മാൻ എന്ന ചർച്ചയിലേക്ക് വരുന്നത്. അപ്പൊ അടിമകൾ എന്തുകൊണ്ട് ഇസ്ലാം അടിമ നിരോധനം നടപ്പിലാക്കിയില്ല, ഏത് സ്റ്റാൻഡാണ് ഇസ്ലാം സ്വീകരിച്ചതെന്ന് ആമുഖമായി മനസ്സിലാക്കുക. ഏതെങ്കിലുമൊക്കെ ആൾക്കാർ അടിമയാകാതെ മനുഷ്യൻ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണെന്ന് അംഗീകരിക്കുമ്പോൾ അവിടെയാണ് ഖുർആൻ പറഞ്ഞത് ഇബാദുർ റഹ്മാൻ, നിങ്ങൾ റഹ്മാന്റെ അടിമകളാകണമെന്ന്. നിങ്ങൾ റഹ്മാന്റെ അടിമയാകണം. നമുക്ക് അടിമയാകാതെ ജീവിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യന് കിട്ടിയ ഏറ്റവും നല്ല പൊസിഷനാണല്ലോ അത്. ആരെ അടിമയാണെങ്കിലും അടിമത്തം നിന്നയാണ് എന്ന് കണക്കാക്കുന്നവരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ അടിമത്തമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ ലോകത്തിന്റെ ചക്രവർത്തി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. സുലൈമാൻ നബി മാത്രമല്ലല്ലോ, സുലൈമാൻ നബി മാത്രമല്ല, ഓരോ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ അടിമയാകാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അഫല അകൂനു അബ്ദൻ ശക്കൂറ എന്ന്. രാത്രി ഉറക്കമില്ലാതെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കാലിൽ നീര് കെട്ടുവോളം നമസ്കരിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ഈ കാലിൽ നീര് കെട്ടിയിട്ടും ഈ വേദനയും സഹിച്ചുകൊണ്ട് ഈ രാത്രി നമസ്കരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അഫല അകൂനു അബ്ദൻ ശക്കൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അടിമയാകാനാണ് റസൂൽ ഇഷ്ടപ്പെട്ടത്. ഒരു അടിമ തിന്നുന്നത് പോലെ തിന്നാൻ, ഒരു അടിമ കഴിക്കുന്നത് പോലെ കഴിക്കാൻ, ഒരു അടിമ ഇരിക്കുന്നത് പോലെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് ഞാൻ. ഞാനൊരു അടിമ തന്നെയാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ഇഷ്ടപ്പെട്ടതാ. മറിയമിന്റെ മകനായ ഈസാ നബി അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന് ജനത വാഴ്ത്തിയതുപോലെ, അമിതമായി പുകഴ്ത്തി പറഞ്ഞതുപോലെ, ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞതുപോലെ എന്നെ നിങ്ങൾ വാഴ്ത്താൻ നിൽക്കരുത്. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ അടിമയായ മുഹമ്മദ് എന്ന് പറയൂ നിങ്ങളെന്ന്. അള്ളാഹുവിന്റെ അടിമയായ മുഹമ്മദ്, അതാ റസൂൽ ഏറ്റവും പ്രിയപ്പെട്ട വാക്ക്. അള്ളാഹുവിന് റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹബീബിനേക്കാൾ മുകളിൽ അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അബ്ദ് എന്ന വാക്ക. അതാണ് റസൂലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഖുർആനും അങ്ങനെ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഖുർആനും അങ്ങനെ പറയും, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. പവിത്രമായ ഹറമിൽ നിന്ന് ആ പ്രവാചകരെ, ആ അടിമയെ യാത്ര ചെയ്യിപ്പിച്ചവൻ, ഇസ്രാ നടത്തിയവൻ, അവൻ പരിശുദ്ധനാണെന്ന് ഖുർആൻ. ആ അടിമ എന്ന വാക്ക് അവർ ഇഷ്ടപ്പെട്ടത്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വാഴ്ത്തിയതുപോലെ വാഴ്ത്തിയതെന്ന് ഈസാ നബി എന്താ പറഞ്ഞത്? അള്ളാഹുവിനോട്, സമൂഹത്തോട് എന്താ പറഞ്ഞത്? ഇന്നി അബ്ദുല്ലാ. ആദ്യത്തെ വാക്ക് തൊട്ടിലിൽ കിടക്കുന്ന പ്രായം മാത്രമുള്ള കൈക്കുഞ്ഞായിരിക്കുന്ന ഈസാ നബി അലൈഹി ഇസ്ലാം ലോകത്ത് സംസാരിച്ച ആദ്യത്തെ വാക്ക് ഇന്നി അബ്ദുല്ലാ വഅതാനിയൽ കിതാബ് വജഅലനി നബിയ്യ. ഈസാ നബി പറഞ്ഞ ആദ്യത്തെ വാക്കാണ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ്, എനിക്ക് വേദം നൽകപ്പെട്ടിരിക്കുന്നു. വജഅലനി നബിയ്യ, എന്നെ നബിയാക്കിയിരിക്കുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാം പറയുന്നത്. അവരൊക്കെ അഭിമാനത്തോടെ എടുത്തു വെച്ച സംഗതിയാണ് അബ്ദുല്ല, അള്ളാഹുവിന്റെ അടിമ എന്നുള്ളത്. യാ ഇബാദി, യാ ഇബാദി, അള്ളാഹുവിന്റെ വിളിയുണ്ടല്ലോ, എന്റെ അടിമകളെ, എന്റെ അടിമകളെ എന്ന്. ആ വിളിയോളം മനോഹരമായ ഒരു വിളിയുമില്ല. ഇദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ എന്ന് ഖുർആൻ. ആ അബ്ദാവുക എന്നുള്ള നമ്മുടെ ലക്ഷ്യമെന്നുള്ളത് അള്ളാഹുവിന് പ്രിയപ്പെട്ട അടിമ, അള്ളാഹുവിന് പ്രിയപ്പെട്ട അടിമ. നമ്മൾ പരിപൂർണമായ അള്ളാഹുവിന്റെ അടിമയാകാൻ വിധിക്കപ്പെട്ടവരാ. ആരുടെയെങ്കിലും കീഴിൽ പണത്തിന്റെ അടിമകളുണ്ട്, അധികാരത്തിന്റെ അടിമകളുണ്ട്, ലഹരിക്ക് അടിമപ്പെട്ടവനുണ്ട്. നമ്മളെയൊക്കെ എന്താണോ നിയന്ത്രിക്കുന്നത്, ആരെ നിയന്ത്രണത്തിലാണോ നമ്മളുള്ളത്, നമ്മൾ അതിന്റെ അടിമയാണ്. ലഹരി നിയന്ത്രിക്കുക ചില ആൾക്കാർ, ലഹരിക്ക് മത്ത് പിടിച്ച പിന്നെ അവൻ ചെയ്യുന്നതെല്ലാം യാന്ത്രികമാണ്. ആ ലഹരി കാരണമാണ് അവൻ പറയുന്ന ചീത്തകൾ, അവന്റെ പെരുമാറ്റങ്ങൾ എല്ലാം ലഹരിയാണ്.
ലഹരി കാരണമാണ് അതെല്ലാം നടക്കുന്നത്. സ്വന്തം തള്ളയെപ്പോലും ആക്രമിക്കുന്നത് ലഹരി കാരണമാണ്. ആ ലഹരിയുടെ അടിമയാണ് അവനെന്ന് പറയും. നമ്മൾ ആരാണോ നിയന്ത്രിക്കുന്നത്, സമ്പൂർണ്ണമായി നമ്മൾ ആർക്കാണോ കീഴടങ്ങുന്നത്, അവനാണ് നമ്മുടെ യജമാനൻ. അവൻ്റെ മുമ്പിൽ നമ്മൾ അടിമ തന്നെയാണ്. പലപ്പോഴും അധികാരികളുടെ മുമ്പിൽ നമ്മൾ അടിമകളാകുന്ന ആൾക്കാരുണ്ട്. അവർ പറയുന്ന പോലെ മാത്രം നമ്മൾ കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോഴൊക്കെ നമ്മൾ ഇവിടുത്തെ എന്ത് ചെയ്യുക, പ്രതിഷ്ഠകളുടെ മുമ്പിൽ നമ്മൾ അടിമകളായി മാറാറുണ്ട്. ചില പ്രസ്ഥാനങ്ങളുടെ അടിമയായി മാറാറുണ്ട്. പ്രസ്ഥാനം പറയും പോലെ നമ്മൾ കേൾക്കും. പ്രസ്ഥാനങ്ങളുടെ അടിമയുണ്ട്. ഇച്ഛകളുടെ സ്വന്തം ഇച്ഛകൾ, എൻ്റെ ശരികൾ ഞാൻ തീരുമാനിക്കുമെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. എൻ്റെ ഇച്ഛകളാണ് എൻ്റെ തീരുമാനങ്ങൾ, അങ്ങനെ സ്വന്തം ഇച്ഛകളെ അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യുക, സ്വന്തത്തെ എൻ്റെ മുമ്പിൽ സ്വന്തത്തിൻ്റെ അടിമകളാണ്, അവനവൻ്റെ തന്നെ അടിമകളാണ്. പക്ഷെ അങ്ങനെ ആകേണ്ടവരല്ല മനുഷ്യൻ. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അടിമയാകണം. എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ അടിമ. അള്ളാഹു അങ്ങനെയാണ് ജനങ്ങളെ കാണുന്നത്. എൻ്റെ അടിമകളാണ് മനുഷ്യർ, എൻ്റെ അടിമകൾ. അത് അഭിമാനത്തോടെ പറയാണ്, എൻ്റെ അടിമകളാണ് മനുഷ്യരെന്ന്, ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഓരോ മനുഷ്യനുമെന്ന്. പക്ഷെ അതിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായ കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ക്വാളിറ്റി അത്. അവരെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുന്ന ഇബാദുർ റഹ്മാൻ, കാരുണ്യവാന്റെ റഹ്മാന്റെ അടിമകളെന്ന്. റഹ്മാന്റെ അടിമ, ആ റഹ്മാൻ എന്ന വാക്ക് പോലും നോക്ക് അവിടെ എടുത്തു വെച്ചത് അള്ളാഹു എത്ര മനോഹരമായിട്ടാണ്. റഹ്മാന്റെ അടിമ. റഹ്മാൻ എന്ന വാക്കിന് എന്താ അർത്ഥം? റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം പരമകാരുണ്യകന്റെ അടിമ എന്ന്. പരമകാരുണ്യം വെച്ചാൽ റഹ്മാന്റെ വിശാല അർത്ഥം എന്താണ്? ഒരാളോടും പ്രത്യേകിച്ചൊരു നിബന്ധനയോ ഉപാധിയോ ഇല്ലാതെ കരുണ കാണിക്കുന്നവൻ നാഥൻ അള്ളാഹു. അത്ര കാരുണ്യമുള്ളവനാണ് പടച്ചവൻ. ഇവിടെ അള്ളാഹുവിനെ അവിശ്വസിക്കുന്നവനെയും പടച്ചവനെ ചീത്ത വിളിക്കുന്നവനോട് പോലും കരുണയുള്ളവനാണ് നാഥൻ. അള്ളാഹുവിനെ മോശം പറയുക, അള്ളാഹു റസൂലിനെ ആക്ഷേപിക്കുക, വിശുദ്ധ ഖുർആനെ ചീത്ത വിളിക്കുക, അത് വലിച്ചു കീറുക, അത്തരം മനുഷ്യരോട് പോലും കരുണ കാണിച്ചിട്ട് അവന് വേണ്ടി കൂടി മഴ വർഷിപ്പിക്കുന്നവനാണ് കാരുണ്യവാൻ. അതാ റഹ്മാൻ. അതാ റഹ്മാൻ. ആരോടും പകയില്ല, ആരോടും വെറുപ്പില്ല, വിരോധമില്ലാതെ എല്ലാ മനുഷ്യനോടും കരുണ കാണിക്കുന്ന നാഥൻ. ആ കാരുണ്യത്തെയാണ് റഹ്മാൻ എന്ന വാക്ക് പ്രതിനിധീകരിക്കുന്നത്. റഹീമല്ല, ഇത് റഹ്മാനാണ്. ആ റഹ്മാനോട് ചേർത്തിട്ടുള്ള പറയാണ്, അത്രയേറെ കാരുണ്യവാനായ റബ്ബ് എല്ലാ മനുഷ്യനോടും എല്ലാ സൃഷ്ടിചരാചരങ്ങളോടും കാരുണ്യം കാണിക്കുന്ന ആ നാഥന്റെ പ്രിയപ്പെട്ട അടിമകൾ. അതാ ഖുർആൻ പറയുന്നത്, ആ നാഥന്റെ പ്രിയപ്പെട്ട അടിമ. എത്ര വലിയ അംഗീകാരമാണ്. ആ സ്ഥാനത്തിന്റെ യോഗ്യതകളെ പിന്നെ എണ്ണുന്ന 12 കാര്യങ്ങൾ. ആ കാരുണ്യവാരിധിയുടെ, പടച്ചവന്റെ സ്നേഹം, പടച്ചവന്റെ കാരുണ്യം ആ റഹ്മാൻ എന്ന വാക്കിലുണ്ട്. ആ റഹ്മാൻ എന്ന വാക്കിനോട് ചേർത്ത് വെച്ച അബ്ദിൽ പടച്ചവൻ നമ്മളോടുള്ള പ്രത്യേകമായ ലാളനയും സ്നേഹവുമുണ്ട്. എല്ലാവരോടുമുള്ള കാരുണ്യമാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകമായ പരിഗണനയുണ്ട്. വല്ലാത്ത സ്നേഹമാണ്. റബ്ബിന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. റബ്ബ് കാരുണ്യവും സ്നേഹവും എന്ന വികാരത്തെ സൃഷ്ടിച്ചു. അതൊരു സംവിധാനമാണ്. അത് സൃഷ്ടിച്ച ശേഷം അല്ലാഹു 1% എടുത്തങ്ങ് ഇറ്റിച്ചു പ്രപഞ്ചത്തിലേക്ക്. ഒന്ന് വാരി വിതറിയിട്ടുണ്ട്, ഒരേ 1%. ആ സ്നേഹമാണ് സർവ്വചരാചരങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യൻ പരസ്പരം കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, 1% അംശം മാത്രമാണ്. മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്നത് ആ 1% അംശം മാത്രമാണ്. കാക്കക്കതിൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹമുണ്ടല്ലോ, ഈ അംശത്തിനൊരു ഭാഗം മാത്രമാണ്. ആട്ടിൻ കുട്ടികൾക്ക് പാലൂട്ടുന്ന തള്ള ആടുകളുണ്ടല്ലോ, അവർ കാണിക്കുന്ന സ്നേഹവും ജാഗ്രതയും അതുപോലും ഈ ഒരു അംശത്തിൽപ്പെട്ടതാണ്. ഈ 1% അംശം മാത്രമാണ്. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് ചിറക് കൊണ്ട് മൂടിപ്പിടിക്കുന്ന തള്ളക്കോഴിയുടെ സ്നേഹമുണ്ടല്ലോ, ഈ ഒരു അംശം മാത്രമാണ്. അങ്ങനെ ലോകത്ത് മാനവരാശി മുഴുവൻ പരസ്പരം പങ്കിടുന്ന, ഈ ജീവചരാചരങ്ങൾ മുഴുവൻ പരസ്പരം പങ്കിടുന്ന എല്ലാ സ്നേഹങ്ങളും കൂടി കൂട്ടിയാലും അത് 99% പടച്ചവൻ അവശേഷിപ്പിച്ച് ഒരേ 1% നിക്ഷേപിച്ച് ഒരേ 1%-നകത്തേ വരുള്ളൂ. ബാക്കി 99% സ്നേഹവും പടച്ചവന്റെ പക്കൽ. ആർക്കാ? നമുക്ക്. ആർക്ക് കൊടുക്കാനാ? നമുക്ക് നൽകാൻ വേണ്ടി മാറ്റിവെച്ചവൻ ആ ഇബാദുർ റഹ്മാൻ, ആ കാരുണ്യവാന്റെ അടിമ. അവരെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നത് ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ ഹൗന വഇദാ ഖതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. ഖുർആൻ സംസാരിക്കുകയാണ്. അവർ ഏറ്റവും 1, 2, 3 അങ്ങനെ 12ഓളം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ആഴ്ചകളിൽ ചർച്ച ചെയ്യാം. അല്ലാഹു ചിന്തിച്ച് നമ്മുടെ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസന്മാരായി മാറുക എന്നുള്ള വലിയൊരു ഉദ്യമമാണ് ഓരോ മനുഷ്യജീവിതവും. പ്രവാചകത്വത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഉത്തുംഗതയിൽ നിൽക്കുന്നവർ പോലും അല്ലാഹു നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകൾ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഓരോ പ്രവാചകനും ഇബാദക സ്വാലിഹീൻ, അല്ലാഹു സജ്ജനങ്ങളായ ഇബാദകൾക്കൊപ്പം നീ എന്നെ കൂടി ഉൾപ്പെടുത്തണേ എന്ന് പ്രവാചകന്മാർ പടച്ചവനോട് പ്രാർത്ഥിക്കുകയും പല പ്രവാചകന്മാരെ കുറിച്ചും അല്ലാഹു എടുത്തു പറഞ്ഞപ്പോഴൊക്കെ വളരെ പ്രശംസിച്ച് പറഞ്ഞ വാക്കുകൾ ഏറ്റവും അവൻ എൻ്റെ അടിമയാണ് എന്നാണ്. ഇന്നഹു മിൻ ഇബാദിക സ്വാലിഹീൻ, ഇന്നഹു മിൻ ഇബാദിക സ്വാലിഹീൻ, ഇന്നഹു മിൻ ഇബാദികൽ മുഖ്ലസീൻ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിഷ്കളങ്കനായ ആത്മാർത്ഥതയുള്ള ഒരു അടിമയായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നന്ദിയുള്ളൊരു അടിമയായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാം. അങ്ങനെ ഓരോ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ പോലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആ പ്രവാചകന്മാരുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴും റസൂൽ അള്ളാഹ് പറയുന്നത് പോലും എൻ്റെ പ്രിയപ്പെട്ട അടിമയായിരുന്നു എന്നാണ്.
അപ്പോൾ അള്ളാഹുവിന് പ്രിയമുള്ള അടിമകളായി മാറുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ആ ക്വാളിറ്റികൾ എന്തൊക്കെയാണ്? ഖുർആൻ എണ്ണിപ്പറഞ്ഞ ആ ക്വാളിറ്റിയിലൂടെയാണ് നമ്മുടെ വരും ആഴ്ചകളിൽ ചർച്ച ഉണ്ടാവുക. ഇബാദുർ റഹ്മാൻ 12 കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യും ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്ത് പോകാം. അത് തൽക്കാലം ഇത് എന്ത് ചെയ്യും, സമയം കുറവായത് കൊണ്ടാണ് ആമുഖമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. പ്രധാനമായും നമ്മൾ ഈ കാലികമായി മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതും ഉത്തരം കണ്ടെത്തേണ്ടതുമാണ്. നമ്മൾ ചോദിക്കാറുമില്ല, ഉത്തരം കണ്ടെത്തേണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ യുക്തിവാദികളുടെ മുമ്പിലൊക്കെ ചില ചോദ്യങ്ങൾ വരുമ്പോൾ, പ്രവാചകൻ അവഹേളിച്ചുകൊണ്ട് വരുമ്പോൾ, അടിമത്ത സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിലെ വിമർശനങ്ങൾ വരുമ്പോൾ നമുക്ക് പോലും മറുപടിയില്ലാതെ ഉത്തരം മുട്ടി നമ്മൾ എന്ത് ചെയ്യുക, അതിലും ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരല്പം ഇസ്ലാമിന് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട് എന്ന് സ്വയം സമ്മതിച്ചിട്ട് നമ്മൾ തലതാഴ്ത്തി മടങ്ങുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും പല ആൾക്കാരും എന്ത് ചെയ്യും, നമുക്കിടയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇത്തരം ചിന്താഗതികൾ, എത്തിസ്റ്റുകൾ കുറേ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പം അതിനൊക്കെ ലിബറൽ ചിന്താഗതികൾ തലയ്ക്ക് പിടിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കാലഹരണപ്പെട്ടു പോയ കുറേ സമ്പ്രദായങ്ങൾ ഇസ്ലാമിനകത്തും ഖുർആനകത്തും ഇപ്പോഴും ഉണ്ട്. തിരുത്തപ്പെടേണ്ട കുറേ നിയമങ്ങൾ ഖുർആനകത്തുണ്ട് എന്ന് വിശ്വസിക്കുക. ആ തരത്തിൽ ചർച്ചകൾ നമുക്കിടയിൽ പങ്കിടുന്ന ആൾക്കാർ നമുക്കിടയിൽ തന്നെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ഈ പത്തി മടക്കി തലമടക്കി നിൽക്കേണ്ട കാര്യമില്ല. വസ്തുതകൾ മനസ്സിലാക്കി ചോദ്യങ്ങൾ ചോദിച്ച് പഠിക്കുന്ന പക്ഷം നമുക്കതിനൊക്കെ മറുപടിയുണ്ട്. ഖുർആനിൽ ഹദീസിൽ മറുപടിയുണ്ട്. വ്യക്തമായി നമ്മുടെ പ്രമാണങ്ങൾ ഒരു വിഷയത്തിലും വിശദീകരണം വിട്ടുപോയിട്ടില്ല, കൃത്യമായ വിശദീകരണം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാലികമായി ചില ചോദ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിന് ബലമുണ്ടാകാനും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടാനും വേണ്ടിയാണ് ചിലത് കൂടി വിശദീകരിച്ചത്. കാര്യങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക. വരും ആഴ്ചകളിൽ തുടർ വിഷയങ്ങൾ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളെയും സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ റബ്ബി തമ്മിൽ ഖൈരി വശആദ.